കൈവെട്ട് പരാമർശത്തിൽ SKSS നേതാവ് സത്താർ പന്തല്ലൂരിനെതിരെ കേസ്. മലപ്പുറം പോലീസാണ് കേസെടുത്തത്. അഷ്റഫ് കളത്തിങ്കൽ നൽകിയ പരാതിയിലാണ് നടപടി. ഞങ്ങൾക്കാരോടും കടപ്പാടില്ല. ഞങ്ങൾക്ക് ഒരേ ഒരു കടപ്പാടേ ഉള്ളൂ. അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോട് മാത്രമേ കടപ്പാടുള്ളൂ. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ, അതിന്റെ ഉസ്താദുമാരെ, അതിന്റെ സാദാത്തുക്കളെ വെറുപ്പിക്കാനും പ്രയാസപ്പെടുത്താനും പ്രഹരമേൽപ്പിക്കാനും ആര് വന്നാലും ആ കൈവെട്ടാൻ SKSFന്റെ പ്രവർത്തകന്മാർ മുന്നോട്ടുണ്ടാകും. ഇതിനെ അപമര്യാദയായിട്ട് ആരും കാണേണ്ടതില്ല. ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ജനിച്ച, അതിനുവേണ്ടി ജീവിക്കുന്ന, അതിനുവേണ്ടി മരിക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ മുന്നറിയിപ്പാണ് എന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടത് നല്ലതാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് അനഘ ചേരുന്നുണ്ട്. അനഘ, ഒടുവിൽ കൈവെട്ട് പരാമർശത്തിൽ SKSS നേതാവ് സത്താർ പന്തല്ലൂരിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രാജീവ്, ഇപ്പോൾ നിലവിൽ സത്താർ പന്തല്ലൂരിനെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. കൈവെട്ട് പരാമർശത്തെ തുടർന്നാണ് മലപ്പുറം പോലീസ് ഇദ്ദേഹത്തിനെതിരെ കേസ് എടുത്തത്. IPC വകുപ്പ് 153 പ്രകാരമാണ് കേസെടുത്തത്. അഷ്റഫ് കളത്തിങ്കൽ എന്ന ആളുടെ പരാതിയിലാണ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. മുഖദ്ദസ് സന്ദേശയാത്രയുടെ സമാപനത്തിലായിരുന്നു ഇദ്ദേഹത്തിന്റെ സത്താർ പന്തല്ലൂരിന്റെ വിവാദപരമായ പരാമർശം. സമസ്തയുടെ പണ്ഡിതന്മാരെ പ്രയാസപ്പെടുത്തിയാൽ കൈവെട്ടാൻ പ്രവർത്തകർ ഉണ്ടാകും എന്നുള്ളതായിരുന്നു പരാമർശം. ഈ പരാമർശം വ്യാപകമായ വിമർശനത്തിനും ഇടയാക്കിയിരുന്നു. SKSFന്റെ റാലിയുടെ സമാപന സമ്മേളനത്തെ തുടർന്നുള്ള ഒരു പരാമർശമാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങളിലേക്ക് എത്തിയത്. പിന്നീട് SKSF തന്നെ ഇത്തരത്തിൽ ഒരു വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു. തീവ്ര സ്വഭാവത്തിൽ സംസാരിക്കുന്നത് സമസ്തയുടെ ശൈലിയല്ലെന്ന് സമസ്തയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി അടക്കം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതായത് നേതൃത്വം തന്നെ ഇദ്ദേഹത്തെ കൈവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും നിലവിൽ ഇപ്പോൾ സത്താർ പന്തല്ലൂരിനെതിരെ മലപ്പുറം പോലീസ് കേസെടുത്തിരിക്കുകയാണ്. രാജീവ്, അനഘയാണ് വിശദാംശങ്ങൾ നൽകിയത്.